ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഗോതമ്പ് പൊടി വെച്ചുള്ള ഒരു മൊരിച്ച ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 3 തവി ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഇതെൻ്റെ ഫസ്റ്റ് ചാനലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അതിനോടൊപ്പം മറക്കാതെ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക. അപ്പം ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. അത് നന്നായി മിക്സ് ചെയ്യണം, എന്നെങ്കിലേ എല്ലാ ഭാഗത്തും പിടിക്കത്തുള്ളൂ. അത് ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ പഞ്ചസാര ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലെ ചെറുജീരകമാണ്, അത് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു നുള്ള്, അതറിയാൻ മേത്തവർക്കാണ് ചെറിയ സ്പൂണിന് 1 സ്പൂണ് അതിലേക്ക് മിക്സ് ചെയ്യുക. കാരണം ഇത് കുട്ടികൾക്ക് ദഹനത്തിന് തന്നെ നല്ലതാണ്. നമ്മളത് എണ്ണ ഇച്ചിരി ദോശക്കല്ലൊക്കെ തൂത്ത് ചുട്ടെടുക്കുന്നതായതുകൊണ്ട് ദഹനത്തിന് നല്ലതാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ ഇത് നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. അടയുടെ ഒരു പരുവം, എന്നാൽ അങ്ങ് അത്രയും അങ്ങ് ലൂസ് ആവുകയും ചെയ്യരുത്. ഏകദേശം അടക്കിടക്കുന്ന ആ പരുവത്തിന് കുഴച്ചെടുക്കുക, എന്നെങ്കിലേ നമുക്കത് പരത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. നന്നായിട്ട് കുഴച്ച് വെച്ചേക്കുന്ന ഇതിലേക്ക് ഞാൻ ഇനി തേങ്ങ മിക്സ് ചെയ്യുകയാണ്. അത് നമുക്ക് ഏകദേശം അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. നമുക്ക് തേങ്ങ കൂടുന്നതിൻ്റെ അനുസരിച്ച് അത് മൊരിഞ്ഞ് കിട്ടുമ്പോഴുള്ള ടേസ്റ്റും കൂടും. ഞാനത് 3/4 ഭാഗവും ഞാൻ ഇട്ട് അതിന് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. കുട്ടികൾക്കായിട്ടുള്ള ഒരു പലഹാരം ആയതുകൊണ്ട് നമുക്ക് 2-3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തത് മിക്സ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് മധുരം ഏറെ ഇഷ്ടപ്പെടുന്നതാണല്ലോ, അതുകൊണ്ട് അത് തേങ്ങയും പഞ്ചസാരയുടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഗ്യാസ് സ്റ്റവ് കത്തിച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് ഒരുപാട് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ദോശക്കല്ല് ചൂടാക്കുക. കല്ല് നന്നായി ചൂടായതിന് ശേഷം എണ്ണ കല്ലിൽ പുരട്ടി കൊടുക്കുക. ഞാനിവിടെ 1 സ്പൂണ് ഉപയോഗിച്ചാണ് എണ്ണ പുരട്ടി കൊടുക്കുന്നത്. ദോശക്കല്ലിൽ എണ്ണ പുരട്ടാനുള്ള എക്യുപ്മെൻ്റ് ഉള്ളവർ അത് ഉപയോഗിച്ച് ചെയ്യുക. ഞാനിവിടെ സ്പൂൺ എണ്ണയും മുക്കി അതിൻ്റെ പുറകു വശം കൊണ്ടാണ് എണ്ണ ദോശക്കല്ല് പുരട്ടി കൊടുക്കുന്നത്. ഈ പരുവത്തിന് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. തേങ്ങയും പഞ്ചസാരയും എല്ലാം മിക്സായി തേങ്ങ ഇങ്ങനെ പുറത്ത് കിടക്കുന്ന തന്നെ കാണാൻ രസമാണ്. കൈ ഒന്ന് നനച്ചേച്ച് നമ്മൾ ചെറിയൊരു ഉണ്ട ഇത്ര ഇടുക. ഇത് നമ്മൾ ദോശക്കല്ലിലോട്ട് എണ്ണ തൂക്കുക, ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. ഇത് നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഷേപ്പിന് തന്നെ ദോശയുടെ അതേ ഷേപ്പിന് തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. ഇച്ചിരി അങ്ങ് ഒരുപാട് കനം കുറയ്ക്കണ്ട. ഇത് മൊരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് ഇച്ചിരി കട്ടി ഉണ്ടായിരിക്കണം. ഒരുപാട് കനം കുറയ്ക്കണ്ട. ഇതേ വലുപ്പത്തിൽ ചെയ്തെടുക്കുക. ഇതിൻ്റെ സൈഡ് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് എണ്ണ 4 സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മൊരിഞ്ഞതിന് ശേഷം ദോശ തിരിച്ചിടുക. ആ
ആ സൈഡും നന്നായി ഒന്ന് മുരിച്ചെടുക്കുക. കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളർ ഇട്ടിട്ടുണ്ട്. ഇതാ കഴിക്കുമ്പോഴത്തേന് ആ തേങ്ങയുടെ ആ മുരിഞ്ഞ ടേസ്റ്റും എല്ലാം കൂടെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. മാവ് കുഴയ്ക്കുമ്പം തന്നെ ഒരു മുട്ടയും കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, രുചിയും കൂടുന്നതായിരിക്കും. കണ്ടില്ലേ, ഏതാണ്ട് നല്ല ഗോൾഡൻ കളറ് നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആ തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.